അപ്പോൾ ഇതാണ് നമ്മുടെ ലാവയുടെ അഗ്നി 3 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് ബാക്കിൽ ആ ഒരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണെങ്കിൽ അത്യാവശ്യം ആനിമേഷൻ കാര്യങ്ങളൊക്കെ പക്കയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത് ഈ ഒരു സെറ്റപ്പ് തന്നെയാണ്. ആ ഒരു ഡുവൽ സ്ക്രീൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് നമുക്ക് ബാക്ക് ക്യാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം, പോർട്രേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിൽ നിന്ന് തന്നെ സ്ക്രീനിൽ നിന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക മ്യൂസിക് കൺട്രോൾസ് ആണെങ്കിലും ഇവിടെ നിന്ന് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ പാട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റെപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, റെക്കോർഡിങ്, സ്റ്റോപ്പ് വാച്ച്, അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അലാറം അടിക്കുക എന്നുള്ളത്. അലാറം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇതിനകത്തില്ല. അത് നമുക്ക് മെയിൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇതെടുത്ത് നമ്മൾ പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരും. ക്യാമറ പ്രിവ്യൂ ആണെങ്കിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ മെയിൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരും. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെയിൻ സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കർവ്ഡ് ഡിസ്പ്ലേക്ക് വരുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്, ഒരു മാറ്റ് ഫിനിഷ് ഉള്ളത്. അതുകൊണ്ടിട്ടാണ് ഈ ഡിസ്പ്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കർവ്ഡ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടെയ്നർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി തന്നെ പോകും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്നത് ഇതാണ് പ്രശ്നം. കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? അവിടെ എന്തൊക്കെ ചെയ്താലും പൊളിഞ്ഞു പോകും. അപ്പോൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ UV ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടിക്കേണ്ടി വരും. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു UV ഇതിൻ്റെ ആ പശ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ പോകാൻ കുറേ പാടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ആദ്യത്തെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. പക്ഷേ ഫോണാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കേട്ടോ. ബാക്കും ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്, ഫ്രണ്ടും ഗ്ലാസ് ആണ്. ഫ്രണ്ടിന് ഗ്ലാസ് അല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഫുൾ ഗ്ലാസ് ഇതാണ്. അതുപോലെ തന്നെ സെൻറ്ററിൽ കൂടെ പോയിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. ബാക്കിൽ എന്താ പറഞ്ഞ ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ്, അതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് കാണില്ല. പക്ഷേ ഈ സൈഡിൽ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് നല്ല അടിപൊളിയായിട്ട് ഇതാക്കും. അതുപോലെ തന്നെ ഡുവൽ സ്റ്റീരിയോ വരുന്നുണ്ട്, ഡുവൽ മൈക്ക് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. 1200 ഇതാണ് ബ്രൈറ്റ്നസ് വരുന്നത്, 1200 നിറ്റ്സ് ആണ്. അത്യാവശ്യം ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം നല്ലപോലെ സ്മൂത്ത് തന്നെയാണ്. ഓക്കെ, വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും, പക്കയാണ്. പിന്നെ ആംബുലൻഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് അതിൽ കൂടുതലൊന്നും പറയണം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ബ്ലോട്ട്വെയർസ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായില്ല. ആഡ് കാര്യങ്ങൾ മെയിനായിട്ട് ഉണ്ടായില്ല ഉള്ള കാര്യം പറയാം. അപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൂടുതൽ ഉപയോഗിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഓവറോൾ നമ്മൾ ഉപയോഗത്തിൽ അത്യാവശ്യം നല്ലതാണ്. കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഫോൺ പിടിക്കാനും അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു 215 ഗ്രാമോ 214 ഗ്രാമോ സംതിങ് ഒന്നും ഉണ്ട്. ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലും ഫാസ്റ്റാണ്. കാണിച്ചു തരാം കണ്ടോ, ഫാസ്റ്റാണ്, അത്യാവശ്യം ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷനും ഉണ്ട്. കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഫേസും ഡിറ്റക്റ്റ് ചെയ്യും. .4K അപ്പോൾ അതായിരുന്നു നമ്മുടെ ലാവ അഗ്നി 3യുടെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ഇംപ്രഷനുമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇനി ഉപയോഗിക്കുന്നതോടെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം എനിക്ക് ടൈം കിട്ടിയില്ല. കാര്യം വ്യാഴാഴ്ചയാണ് എൻ്റെ കയ്യിൽ ഫോൺ വന്നത്. വ്യാഴാഴ്ച ഏകദേശം ഒരു ഉച്ച ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഫോൺ എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പേരതാമസം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച വെളുപ്പിനെയാണ്. അപ്പോൾ അതെന്തായാലും വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ എന്തോ കറക്റ്റ് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും വന്നാൽ നന്നായി കണ്ടോ. ഇപ്പോൾ നമുക്ക് ഇത് കാണിക്കാൻ വേണ്ടി പറ്റി കണ്ടോ. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ സാധനം കാണിച്ചു തരും കണ്ടോ.
പട്ടിയുടെ കയ്യിൽ മെയിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ പൊക്കത്തേക്ക് അയക്കാൻ നമുക്ക് ഇവിടെ വരും കേട്ടോ. വാട്സാപ്പിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അപ്പോൾ അത് കാണിക്കും. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും ഗോ ടു മെയിൻ സ്ക്രീൻ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പോയി എടുത്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ അത് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ എന്തോ പരസ്യം വന്നതാണ് വാട്സാപ്പിൽ. എന്നാലും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡെയിലി ഡ്രൈവറായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ് ഒരു വിൽക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല മൈക്രോമാക്സ് ചെയ്ത പോലെ തന്നെ. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ലോ ക്വാളിറ്റി ഫോൺ അവർ തന്നിട്ടില്ല. ഓവറോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും, ക്വാളിറ്റിയുടെ കേസിലാണെങ്കിൽ നമുക്ക് വേറെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കേസിൽ ലാഭം എന്തായാലും അത്യാവശ്യം നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. മൂവിങ് ഫോർവേഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റി കാര്യം ആദ്യമേ ക്യാമറയുടെ കാര്യത്തിൽ ഒരുപാട് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് അവർ ഒരു അപ്ഡേറ്റ് ഇറക്കിയതിന് ശേഷം അത്യാവശ്യം ഒരുവിധപ്പെട്ട കാര്യങ്ങൾ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഹാർഡ്വെയർ അത്യാവശ്യം നല്ലതാണ്. 50 MB ക്യാമറയൊക്കെ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആമസോണിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്പെക്ക് കാര്യങ്ങൾ റിവ്യൂസ് എല്ലാം നോക്കാം. ഞാൻ എപ്പോഴും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു യൂട്യൂബ് റിവ്യൂ കണ്ടിട്ട് മാത്രം നിങ്ങളൊരു ഫോൺ ഡിസൈഡ് ചെയ്യരുത്. നമ്മൾ ഏത് സൈറ്റിൽ നിന്നാണോ എടുക്കുന്നത് അവിടെ പോയിട്ടുള്ള റിവ്യൂസ് റേറ്റിംഗ്സ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു ഫോൺ എടുക്കാം. എല്ലാവരുടെയും എക്സ്പീരിയൻസോ കാര്യം ഒരാളുടെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കില്ല വേറൊരാളുടെ. അപ്പോൾ എന്തായാലും അത്ര എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ഫോണിൻ്റെ എന്തായാലും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഡീറ്റെയിൽഡ് ഒരു റിവ്യൂ ഉടനെ തന്നെ ഉണ്ടാവും. എന്തായാലും ഒരാഴ്ചയെങ്കിലും ഉപയോഗിക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണുള്ളത് കുറവെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇട്ടിട്ട് അതുവരത്തേക്കും ബൈ.